എന്നെ കല്യാണം വിളിച്ചില്ല, എന്നെ കണ്ടിട്ടും കല്യാണം പറഞ്ഞില്ല, ഇല്ലെങ്കിൽ കല്യാണം എനിക്ക് വാട്സപ്പിലാണ് അയച്ചത്. ഇങ്ങനെയൊക്കെയാണോ ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കാര്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് നിലപാടെടുക്കേണ്ടത്? അപ്പൊ പോലും അദ്ദേഹത്തെ വിളിക്കുന്നില്ല. ഞങ്ങളെപ്പോലും ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള ആള് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനൊന്നും ഫോണിൽ വിളിക്കാത്തത്? കഷ്ടം തന്നെ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? കരഞ്ഞിട്ട് കാര്യമില്ല. പദവി പോയ പട്ടിക്കും വേണ്ട. ഇപ്പൊ തനിക്ക് മനസ്സിലായില്ലേ? വേദന തോന്നില്ല ഒരു കാര്യം പറയുന്നതിൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണം. ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ, മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ലേ എന്ന് കരയരുത്. കാരണം പിന്നെ അത് മതി കുട്ടികൾക്ക് കളിയാക്കാൻ. പ്രതിപക്ഷ നേതാവിനെ വിളിക്കണമെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷമാണെന്നുള്ള, നിങ്ങൾ പവർഫുൾ ആയിരിക്കണം. പ്രതിപക്ഷത്തെ വിളിക്കണമെന്നുള്ള തോന്നൽ പോലും ഭരണപക്ഷത്തിനില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ ഇത്രയും നാൾ ഒരു പട്ടിയെ പോലെ കാലി നക്കി നടന്ന എന്നെ ഓർക്കാപ്പുറത്തല്ലയോ നാടാര് തങ്ങിക്കളഞ്ഞത്? അത് ശരിയാ.